ഹമാസ് ഭീകരരുടെ 250 ഒളിത്താവളങ്ങൾ തരിപ്പണമാക്കി ഇസ്രായേൽ സൈന്യം. ഹമാസിനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസ മുനമ്പിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ തീവ്രവാദികൾ വെടിമരുന്ന് ഡിപ്പോകൾ, ടാങ്ക് വിരുദ്ധ മിസൈൽ ലോഞ്ചിംഗ് പോയിന്റുകൾ, ടിപ്പർ പോസ്റ്റുകൾ, തുരങ്കങ്ങൾ, ഹമാസിന്റെ മറ്റ് തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 250 ഒളിത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇതോടെ ഹമാസിന്റെ അസ്ഥിവേരിളക്കാനുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. അതേസമയം വ്യോമാക്രമണത്തിൽ 28 പാലസ്തീൻ മരിച്ചതായി ഗാസ ആശുപത്രി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അൽ അക്സ ഷഹീദ് ആശുപത്രി നൽകിയ റിപ്പോർട്ട് പ്രകാരം വെള്ളിയാഴ്ച രാത്രി മധ്യ ഗാസയിലെ ദേർ അൽ ബലാഹ് പ്രദേശത്താണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 2 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 13 പേർ മരിച്ചു. കൂടാതെ ഒരു പെട്രോൾ പമ്പിന് സമീപമുള്ള ആക്രമണത്തിൽ 4 പേർ കൂടി കൊല്ലപ്പെട്ടതായി നാസർ ആശുപത്രി അറിയിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അതേസമയം 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് മിന്നലാക്രമണം നടത്തിയതോടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് തുടക്കമായത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ പോലും കണ്ണുവെട്ടിച്ച് ഓർക്കാപ്പുറത്ത് നടത്തിയ ആക്രമണം 20 മിനിറ്റിനുള്ളിൽ കുതിച്ചെത്തിയ 2200-ലേറെ റോക്കറ്റുകൾ പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സംഹാര താണ്ഡവമാണ്. ഹമാസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രായേൽ സൈന്യം ആശുപത്രികളെല്ലാം നിർദ്ദയം ബോംബിട്ട് തകർത്തു. ഗാസ പൂർണ്ണമായും ദുരന്ത ഭൂമിയായി മാറി. അറബ് രാജ്യങ്ങൾ പോലും രക്ഷയ്ക്കെത്താതെ മടിച്ചു നിന്നു. ഹമാസിന് പിന്തുണ നൽകിയവരെല്ലാം നെതന്യാഹു തിരിഞ്ഞുപിടിച്ചു ആക്രമിച്ചു. ഹമാസിന് പിന്തുണച്ച ഇറാനെയും ഹിസ്ബുള്ള, യമനിലെ ഹൂതി വിമതരെയും നെതന്യാഹു ഉന്നമിട്ടു. ഇറാൻ സന്ദർശനത്തിനിടെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹാനിയ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തെക്കൻ ലെബനിലെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം തമ്പടിച്ചു. 2024 സെപ്റ്റംബർ 17 ലെബനിൽ ഹിസ്ബുള്ള നേതാക്കൾ ഉപയോഗിച്ചിരുന്ന 3000 പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിച്ച് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടു. പിന്നാലെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നു. ഇതോടെ ഹിസ്ബുള്ളയുടെ പതനം പൂർത്തിയായി. തുടർന്ന് ഹമാസ് ഉന്നത നേതാക്കളായ ഇസ്മായിൽ ഹാനിയയും യഹിയ സിൻവറും കൊല്ലപ്പെട്ടു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സിൻവറായിരുന്നു. ജൂലൈയിൽ ടെഹ്റാനിൽ ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹമായിരുന്നു സംഘടനയുടെ മേധാവി. കൂടാതെ പാലസ്തീനികളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്ത ഒരു മാനുഷിക നഗരം ആസൂത്രണം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു. ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബ്രീഫിംഗിലായിരുന്നു കാറ്റ്സിന്റെ വാക്കുകൾ. തെക്കൻ ഗാസ മുനമ്പിലെ റാഫയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു നിയന്ത്രിത നഗരം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി നിർദ്ദേശിക്കാൻ ഇസ്രായേൽ അധിനിവേശ സേനയ്ക്കും തന്റെ മന്ത്രാലയത്തിനും നിർദ്ദേശം നൽകിയിരുന്നു. ഉപരോധിക്കപ്പെട്ട എൻക്ലേവിലെ മുഴുവൻ ജനങ്ങളെയും അവിടെ ഒതുക്കി നിർത്തും എന്നായിരുന്നു വിശദീകരണം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.